ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. ആ മഹാനായ ശിവയോഗീശ്വരൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള 16 പേരെ കൊണ്ട്, 16 ടോട്ടൽ, ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞും ചേർത്ത് അദ്ദേഹവും ചേർത്ത് 18 പേരുമായി നമ്മളൊരു കാശി യാത്രയ്ക്ക് പോകാൻ പറഞ്ഞിരുന്നു എന്നോട്. നമ്മളതിൻ്റെ ഭാഗമായി രാവിലെ അദ്ദേഹത്തിൻ്റെ സമാധിയിൽ പോയി എല്ലാം ചെയ്തു. അതിനുശേഷം ഇതിനെ കാണുന്നത് മഹാനായ ശിവയോഗീശ്വരൻ താമസിച്ച വീടും അദ്ദേഹത്തിൻ്റെ റൂമുമാണ്. അദ്ദേഹത്തിൻ്റെ റൂം ഇപ്പോഴും അദ്ദേഹം എങ്ങനെയാണോ പോകുന്ന സമയത്ത് ആ റൂമുണ്ടാകുന്നത്, അതുപോലെ മാതാപിതാക്കൾ ഇപ്പോഴും അത്രയും പവിത്രമായും ഭംഗിയായും അവിടെ വെച്ചിരിക്കുകയാണ്. അദ്ദേഹം കാശിയിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു ക്ഷേത്രങ്ങളിൽ പോകാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനോട് ചോദിച്ചു, എന്തിനാ മകനെ നീ എന്നെ കാശിയിലോട്ട് യാത്ര അയക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ അവിടെ ചെന്ന് ആ കാശിയിൽ മുങ്ങി, ആ ഗംഗയിൽ മുങ്ങുമ്പോൾ അവിടെ നിന്നും ഒരു കല്ല് ലഭിക്കും, അതുമായി വരണമെന്നാണ് അദ്ദേഹം നിയോഗിച്ചത്. അത് പ്രകാരമാണ് അദ്ദേഹം കാശിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ്. ആ കാശിയിൽ പോകേണ്ട യോഗീശ്വരൻ ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടെ എത്തിച്ചേരുകയും അവർക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത്. നമ്മുടെ ആ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. എല്ലാവരും കൂടെ അവിടെ എത്തി. അവരതിന് പോകാനുള്ള ഒരിത്, അവിടെ നിന്നും നേരെ നാഗർകോവിലിൽ പോയിട്ട് അവിടെ നിന്നും വേണം അവർക്ക് ട്രെയിൻ. അപ്പം വൈകിട്ട് 5:30 മണിക്കുള്ള നാഗർകോവിൽ പാസഞ്ചറിൽ അവർ നാഗർകോവിലോട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ അതിനുള്ള വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. നാഗർകോവിലോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകര കളിയിക്കവല ആ റൂട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങളുടെ വിഷ്വലിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ അതിനുശേഷം അവർ നാഗർകോവിലിൽ എത്തിച്ചേരുകയും അവിടെ അവരെല്ലാം ഒത്തുകൂടി അവിടെ നിന്നുകൊണ്ട് ഫുഡെല്ലാം നാഗർകോവിലിൽ നിന്നും 2 ദിവസത്തെ യാത്രയുണ്ട് നമ്മുടെ കാശിയിലേക്ക്. അവരപ്പം നാഗർകോവിലിൽ നിന്നും കാശിയിലേക്കുള്ള യാത്ര പോകുന്ന ആ ഒരു രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. അവരവിടെ നിന്ന് വളരെ ഭക്തിപൂർവ്വം ഈ മഹാനായ ശിവയോഗീശ്വരനും ട്രെയിനിലൊരു സീറ്റ് ബുക്ക് ചെയ്താണ് അവർ പോയത്. അങ്ങനെ ശിവയോഗീശ്വരൻ ഉൾപ്പെടെ അവർ 18 പേരും കൂടെ ഇവിടെ നിന്ന് നേരെ കാശിക്കുള്ള യാത്രയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ കാശിയിലോട്ട് പോവുകയാണ്. ഒരു ട്രെയിൻ മാർഗം കാശിയിൽ രാത്രി 11:30 മണിക്ക് എത്തുകയും അവിടെ ഒരു റൂം ഇവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാശിയുടെ റൂമാണ്. അവിടെ ഒരു റൂം ബുക്ക് ചെയ്ത് ജംഗൻവാടി മഠ് എന്നാണ് അവിടുത്തെ പേര്. അവിടെ പോയി അതിനുശേഷം അവരവിടെ ഇരുന്നു. ആ റൂമിലിരുന്ന് ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ പ്രാർത്ഥനാ ഗീതങ്ങളെല്ലാം വായിച്ചു. അതിനുശേഷം രാവിലെ അവരവിടെ നിന്നും ആ കാശിയുടെ ഭംഗി എല്ലാ കാര്യങ്ങൾ കാണാൻ വേണ്ടി വെളിയിലിറങ്ങുകയും ആ കാശിയിലെ സ്ഥലങ്ങൾ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വെളിയിൽ കാശിയിൽ കാണുന്ന മനോഹരമായുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. അവർ കാശി വിശ്വനാഥനെ കാണാൻ പോവുകയും അവിടെ നിന്നും നേരെ അവർ കാലഭൈരവൻ്റെ ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ അവർ കാലഭൈരവൻ്റെ ക്ഷേത്രം അവിടെ നിന്നും ഓട്ടോ പിടിച്ചാണ് അവർ പോകാൻ കഴിയുക. അവർ നേരെ കാലഭൈരവൻ്റെ ക്ഷേത്രത്തിൽ പോവുകയും അവിടെ തൊഴുത് വരുന്ന രംഗമാണ് ഈ കാണുന്നത്. അത് കാലഭൈരവൻ്റെ ക്ഷേത്രം. നല്ല തിരക്കായിരുന്നു, ഭയങ്കരമായ തിരക്കായിരുന്നു അവിടെ. നമ്മുടെ രാമേട്ടൻ കൈയെടുത്ത് കാണിക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ, നമ്മുടെ ടീച്ചർ, ഇവരെല്ലാം കൂടെ ചേർന്ന് കൈയെല്ലാം കാണിച്ച് വളരെ സന്തോഷപൂർവ്വം ആ കാലഭൈരവനെ തൊഴുതിട്ട് അവിടെ നിന്നും ഏകദേശം ഒരു മണിക്കൂറോളം ലൈനുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്നില്ല. അന്ന് അവധി ദിവസമായിരുന്നത് കൊണ്ടായിരിക്കും, ഞായറാഴ്ച ദിവസമാണ്. നല്ല അപൂർവപൂർവമായ തിരക്കാണ്. ഒരു ആട്ടയ്ക്ക് 60 രൂപയാണ് അവർ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ ഒരാൾക്ക്. അങ്ങനെ അവർ 4 ഓട്ടോ പിടിച്ചാണ് അവിടെ നിന്നും അവർ താമസിച്ച ജംഗൻവാടി മഠിൽ നിന്നും അവർ പോയത്. അതിനുശേഷം അവരുടെ ലക്ഷ്യം തിരിച്ച് രംഗൻവാടി മഠിൽ വരികയും വൈകിട്ട് ആരതി കാണുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഗംഗാ ആരതി. അപ്പോൾ ഇവർ ഈ കാണുന്നത് രാവിലെ ഗംഗയിൽ നടക്കുന്ന ആരതിയാണ്. രാവിലെ ഗംഗാ ആരതി 2 നേരവുമുണ്ട്. ഈ ഗംഗാ ആരതി സത്യത്തിൽ രാവിലെ കാണുന്ന ഒരു വൈബാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 18 പേർക്കും രാവിലെയുള്ള ഗംഗാ ആരതി കാണാൻ സാധിച്ചില്ല. എന്നാൽ അവർ 2 പേരവിടെ സ്റ്റേ ചെയ്ത് അവർ ആ 2 പേരാണ് ഈ ഗംഗാ ആരതി കാണുന്നത്. ബാക്കി 16 പേർക്കും ആ ഗംഗാ ആരതി രാവിലത്തേത് കാണാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഗംഗയെ വളരെ പവിത്രമായി കാണുന്ന ഒരു സമൂഹമാണ് കാശിയിലുള്ളത്. അവർ ഈ ഗംഗയെ ആരതി എന്ന് പറഞ്ഞാൽ ഗംഗയെ അവർ പൂജിക്കുകയാണ് ചെയ്യുന്നത്. പല പല ഘട്ടങ്ങളായിട്ടാണ് അവർ ആ ഗംഗാ ആരതി ചെയ്യുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ അറിയാൻ പറ്റും. അങ്ങനെ വളരെ പവിത്രമായ ഒരു കാഴ്ചയാണ് നമ്മളവിടെ പോയാൽ നമുക്ക് ഗംഗയിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് രാവിലെയുള്ള ആ ഗംഗയുടെ ആരതിയാണ്. അത് നമ്മളിലുള്ള 18 പേര് പോലും 2 പേർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവരവിടെ സ്റ്റേ ആയിരുന്നു കുറച്ച് ദിവസം. അതുകൊണ്ടാണ് അവർക്കത് കാണാൻ പറ്റിയത്. അവരവിടെ അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങൾ, നമ്മൾ കാണാത്ത പല സ്ഥലങ്ങളും അവരവിടെ പോയി കാണുകയും
വളരെ ഒരു 3-4 ദിവസം അവരുടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതാണ് അവർക്ക് ഇത്രയും വ്യക്തമായിട്ട് ഇതെല്ലാം കാണുകയും അവർ പകർത്തി തന്ന വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ കണ്ട ഒരു ഗംഗാ ആരതിയുടെ ഇതുണ്ട്, അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അത് നമ്മൾ വൈകിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ബോട്ടയിൽ 40 രൂപ കൊടുത്തപ്പോൾ അവർ ആ ഒരു ഗംഗാ ആരതി നടക്കുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുവിട്ടു. പക്ഷേ യാദൃശ്ചികമെന്ന് പറയട്ടെ, നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ അവരെ ഗംഗാ ആരതി ഇല്ലായിരുന്നു. കാരണം അവിടെ ഭയങ്കര വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവർ ഗംഗാ ആരതി നിർത്തി വെച്ചിരിക്കുകയാണ്. എന്തോ നമുക്ക് വേണ്ടി തുടങ്ങിയതുപോലെ നമ്മളവിടെ ചെന്നെത്തിപ്പെടുകയും നമുക്ക് ആ ഗംഗാ ആരതി കാണാൻ പറ്റുകയും ചെയ്തത്. നിങ്ങൾ ഈ കാണുന്നതാണ് വൈകിട്ട് നമ്മൾ കണ്ട ഗംഗാ ആരതി. വളരെ വളരെ റഷായിരുന്നു. സത്യത്തിൽ അവരതൊരു സ്ഥിരമായി ചെയ്യുന്ന സ്ഥലത്തല്ലായിരുന്നു, വേറൊരു സ്ഥലത്താണ് അവർ ആ ഗംഗാ ആരതി അറേഞ്ച് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല തിരക്കാണ്. നിന്നിട്ടും മഹാനായ ശിവയോഗീശ്വരൻ നമ്മൾ ഏറ്റവും ബേക്കിൽ നിന്നിട്ട് പോലും അവിടെ നിന്ന് നമ്മളെ ആരോ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ ആ ഗംഗയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ ആ ഒരു കൊച്ചുകുട്ടി 2.5 വയസ്സുള്ളായ മോൻ പോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവനെ നമ്മൾ കേശു എന്നാണ് വിളിക്കുന്നത്. കേശു പോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവനെയും അവൻ്റെ അമ്മയ്ക്കും ഇരിക്കാൻ അവിടെ ഒരു ഇരിപ്പിടം കിട്ടി. അതിനുശേഷം അവിടെ ആ മനോഹരമായ ആ ഗംഗാ ആരതി നമുക്ക് കാണാൻ പറ്റും. ആദ്യം അവർ വിളക്ക് കൊണ്ട് ഗംഗയെ ഒഴിയുകയും അതിനുശേഷം ശാമ്പ്രാണിത്തിരി കൊണ്ട്, അതായത് ഇപ്പം ഒരു സ്റ്റാർട്ടിംഗ് ആണ്, ആ വിളക്ക് കൊണ്ട് ഗംഗയെ ഒഴിയുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം അവർ ശാമ്പ്രാണിത്തിരി കൊണ്ട്, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ, ഇതിപ്പോൾ ആ വിളക്ക് കൊണ്ട് ഒഴിയുന്ന രംഗം കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം അവർ അടുത്ത ശാമ്പ്രാണിത്തിരി കൊണ്ട് ഗംഗയെ ഒഴിയുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല ശിവൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആ മ്യൂസിക് കട്ട് ചെയ്തിരിക്കുക, എന്നാലേ എൻ്റെ സംഭാഷണം നിങ്ങൾക്ക് കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് ഈ കാണുന്ന ശാമ്പ്രാണിത്തിരി കൊണ്ട് ഗംഗയെ ഒഴിയുന്ന രംഗങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി 3 പണ്ഡിത് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അവിടെ എല്ലാം പണ്ഡിത്, നമ്മളെ പോറ്റി എന്ന് പറയും, അവിടെ പണ്ഡിത് എന്ന് പറയും. അവരാണ് ഈ മനോഹരമായി ഇവിടെ നിന്നുകൊണ്ട് ആ ഗംഗയെ ആരതിയായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് അവരിങ്ങനെ കറങ്ങി കറങ്ങി വരും. ഇങ്ങനെ ക്ലോക്ക് വൈസ് കറങ്ങി 4 ദിക്കും ആണ് ഉദ്ദേശിക്കുന്നത്. 4 ദിക്കും അവർ ആചരിച്ചു കൊണ്ട് അവരിങ്ങനെ കറങ്ങി വന്നാണ് ഗംഗയുടെ ഇതിപ്പം സ്റ്റാർട്ടിംഗ് ആണ്. ആദ്യം വിളക്ക്, രണ്ടാമത് ആ ശാമ്പ്രാണിത്തിരി കൊണ്ട് ഗംഗ കഴിഞ്ഞിട്ട് ഓരോ ദിക്കിനെയും അവരിങ്ങനെ ഇപ്പോൾ നമ്മൾ വേറൊരു ദിക്കിലോട്ട് വന്നു. അപ്പോൾ ക്ലോക്ക് വൈസ് അവരിങ്ങനെ തിരിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. ഞാനതിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി ഇങ്ങനെയാണ് ഗംഗാ ആരതി അവിടെ നടത്തുന്നത്. ഒരു പ്രത്യേക വേഷഭൂഷാദികളോടുകൂടിയാണ് നടക്കുന്നത്. അവരുടെ കയ്യിൽ ആ മണി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതായത് കുന്തിരിക്കം പോലുള്ള എന്തോ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പോച്ച് കൊണ്ട് ഗംഗാ ആരതി ബേക്കിൽ കുന്തിരിക്കം അങ്ങനെയൊക്കെയുള്ള ഒരു വസ്തു, ഒരു പുക ഇങ്ങനെ അവിടെ പടരുന്നുണ്ടായിരുന്നു. നമുക്കതൊരു അസ്വസ്ഥതയും ഉണ്ടാക്കിയിട്ട് നല്ല മനോഹരമായ വളരെ ഒരു നല്ലൊരു ഗന്ധം ആണ് അവിടെ നമുക്ക് അനുഭവപ്പെട്ടത്. സാധാരണ ഇത്രയും പുകയൊക്കെ വരുമ്പോൾ നമുക്കെല്ലാം വളരെ ഡിസ്റ്റർബൻസ് ആവേണം, ഇത്രയും ക്ലൗഡായിട്ട്. പക്ഷെ അതൊന്നും നമുക്കവിടെ അനുഭവപ്പെട്ടില്ല. വളരെ പവിത്രമായിട്ട് കൊണ്ട് അവർ ആ ഗംഗാ ആരതി ചെയ്യുന്നതാണ്. അതാണ് ആ ഗംഗാ ആരതി ചെയ്യുന്നതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള മ്യൂസിക് ഞാനിവിടെ പ്ലേ ചെയ്യാം, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും. നിങ്ങളത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്ക് മ്യൂസിക്. നിങ്ങൾ ആ പവിത്രമായ മ്യൂസിക് കേട്ട് കാണുമല്ലോ. അത്ര പവിത്രമായിട്ടാണ് അവർ ആ ഒരു ഗംഗയെ അവർ പൂജിക്കുന്നത് എന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. അടുത്ത വിളക്ക് അങ്ങനെ 3-4 വിളക്കുകൾ കൊണ്ട് അവരിങ്ങനെ അതിമനോഹരമായി ആ ഗംഗയെ പൂജിക്കുന്നതാണ് നമ്മൾക്ക് അവിടെ കാണാൻ. വളരെ മനോഹരമാണ്. നമ്മുടെ കൂടെ വന്ന കൊച്ചുകുട്ടി ഉൾപ്പെടെ അത് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ ക്ലോക്ക് വൈസ് കറങ്ങി എല്ലാ ദിക്കുകളെയും അവർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൂജിക്കുന്നു. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, അങ്ങനെ ആ ഒരു ക്ലോക്ക് വൈസ് കറങ്ങി അവർ തിരിച്ച് ഗംഗയിൽ പോയിട്ടാണ് അടുത്ത ആരതി എടുക്കുന്നത്. ഇത് നിങ്ങൾ കാണാൻ പറ്റും. വളരെ ക്ലൗഡായിരുന്നു, വളരെ എന്ന് പറഞ്ഞാൽ വളരെ റഷായിരുന്നു. അപ്പോൾ പോലും നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിൻ്റെ തലേ ദിവസം വരെ അവിടെ വെള്ളപ്പൊക്കം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചത് മണികർണിക എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ മനുഷ്യൻ്റെ അവസാനമായി കത്തിയെരിയുന്ന മണികർണികയിലാണ് നമ്മളെ കൊണ്ടെത്തിച്ചത്. ഈ മണികർണികയെ പറ്റി പറയണമെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. ദേവിയുടെ കാത് വീണ സ്ഥലമാണ് മണികർണിക എന്നറിയപ്പെടുന്നത്. അവിടെ നമ്മൾ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാനിവിടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കും. മണികർണികയിൽ പോയി കാണുമ്പോഴാണ് നമ്മൾ മനുഷ്യനൊന്നുമല്ല, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുക. അത്രയ്ക്ക് ആ മനുഷ്യ ശരീരങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ. ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമ്മൾ എന്ത് വെട്ടിപ്പിടിച്ചിട്ടോ എന്തുണ്ടാക്കിയിട്ടോ മനസ്സിലാവുന്നത്.
ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് പോലെ ഒരു മണികർണികയിലെ സ്വാമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു മലയാളിയായ ഒരു സ്വാമി അവിടെ ഉണ്ടായിരുന്നു. ഒരു കറുത്ത ഡ്രസ്സെല്ലാം ധരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൻ സ്വാമി എന്നാണ് അറിയുന്ന. മണികർണികയിലെ സ്വാമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കേട്ട് നമ്മളടുത്തോട്ട് വരികയും മലയാളത്തിൽ ഒരുപാട് സമയം അദ്ദേഹം സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു മണികർണികയെ പറ്റി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും റെസ്പെക്റ്റ് ഇല്ലാതെ അവിടെ വെച്ച് ഇങ്ങനെയാണോ ഈ ശരീരങ്ങൾ കത്തിക്കുന്നത്? നമ്മുടെ നാട്ടിലെല്ലാം എത്ര റെസ്പെക്റ്റോടു കൂടിയാണ് മൃതദേഹങ്ങൾ കത്തിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം ഒരു ശരീരം കത്തിക്കുമ്പോൾ എന്തുമാത്രം ദുർഗന്ധമാണ് വരുന്നത്. ഇവിടെ ആ ദുർഗന്ധമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, ശരിയാണ്. ഇവിടെ ഒരു ദുർഗന്ധവുമില്ല, ഒരു മണവുമില്ലായിരുന്നു ആ ശരീരങ്ങൾ കത്തിയപ്പോൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടുത്തെ പവിത്രത എത്രത്തോളം ഉണ്ട്. അദ്ദേഹം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന അവിടെ ആ ശരീരങ്ങൾ കത്തിക്കാൻ ഒരു പ്രത്യേക വിഭാഗക്കാരുണ്ടെന്നും ഇവർ വിക്രമാദിത്യ കാലത്തുള്ളവരാണെന്നും ആ രാജാവ് കൽപ്പിച്ചു നൽകിയ ഒരു വരമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നതെന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. അദ്ദേഹത്തിനോടൊരു ആശ്രമം ഉണ്ടെന്ന് പറഞ്ഞു, ആശ്രമത്തിൽ ചെല്ലണമെന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മളുമായി ഷെയർ ചെയ്തു. ആരോ അദ്ദേഹത്തെ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. മഹാനായ ശിവയോഗീശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം അപ്പോൾ ആ വന്നവർക്കെല്ലാം മനസ്സിലായി. നമുക്ക് വന്ന പകുതി ഒരുപാട് പേർക്ക് ഹിന്ദി അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മലയാളി നമുക്ക് വന്ന് ആ മണികർണികയെ പറ്റി എല്ലാം പറഞ്ഞു തന്നപ്പോൾ സത്യത്തിൽ അദ്ദേഹം ഒരു 1.5 മണിക്കൂർ നമുക്ക് മലയാളത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഗംഗയെപ്പറ്റി എന്താണ് ഗംഗ, എന്താണ്, എങ്ങനെയാണ് അവിടെ മൃതദേഹങ്ങൾ കത്തിക്കുന്നത്, ആർക്കാണ് അതിനുള്ള അവകാശം, ഒരുപാട് കാര്യങ്ങൾ. നമ്മളവിടെ നിൽക്കുമ്പോഴും ഒരുപാട് ശരീരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം തിരക്കി. അദ്ദേഹം തിരുവനന്തപുരംകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അവിടെ പറഞ്ഞു. 10-12 വർഷം, 12 അല്ല, ഒരു 10-15 വർഷം കൊണ്ട് അദ്ദേഹം അവിടെയാണെന്ന് പറഞ്ഞു. നമ്മുടെ സ്ഥലങ്ങളെല്ലാം ചോദിച്ചു, നമ്മുടെ സ്ഥലവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. വീണ്ടും അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഇന്നലെ വരെ ഇവിടെ ഫുള്ള് വെള്ളപ്പൊക്കമായിരുന്നു, അതുകൊണ്ടാണ് ഈ ദഹിപ്പിക്കുന്ന മുകളിലോട്ട് മാറ്റിയിരുന്നത്. സാധാരണ രീതിയിൽ ഗംഗയുടെ അടുത്തായിരിക്കും. നമ്മൾ ഈ കാണിച്ചത് മേകളിലത്തെ ഒരു തട്ടിലാണ് ഇപ്പോൾ അവിടെ ഈ നമ്മുടെ ശരീരങ്ങൾ കത്തിക്കുന്നത്. ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മൾ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം വരെ ഒരു വെള്ളപ്പൊക്കമായിരുന്നു എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെളിയെല്ലാം കഴിയുന്നൊരു തിരക്കിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു തന്ന അറിവുകൾ അത് നമ്മളെ കൂടെ വന്ന ആ 16 പേർക്കും അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചത്. ആ മണികർണിക എങ്ങനെയാണ്, അതായത് നമ്മുടെ സതീദേവിയുടെ ചെവി കാത് വീണ സ്ഥലമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന മഹാദേവ സന്നിധിയിൽ കൂടി നേരെ നടന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലോട്ട് എത്തുന്ന രംഗമാണ്. അവിടെ പോയി ആഹാരമെല്ലാം കഴിച്ച് നമ്മളവിടെ എല്ലാം സ്വന്തമായി ആഹാരം ഉണ്ടാക്കിയിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ആഹാരമെല്ലാം കഴിച്ച് അടുത്ത ദിവസം നമ്മൾ മധുരയിലേക്ക് പോകാനുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഫുഡെല്ലാം കഴിച്ച് വളരെ ഇതാണ് യോഗീശ്വരൻ്റെ ബെഡ്, അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ ബെഡാണ്. ഇത് നമ്മൾ മധുരയിലോട്ട് പോകാനുള്ള നമ്മുടെ വണ്ടിയായിരുന്നു. ഈ വണ്ടിയിലാണ് നമ്മൾ അവിടെ നിന്ന് മധുര, വൃന്ദാവൻ, അത് കഴിഞ്ഞ് നമ്മുടെ താജ്മഹൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിനനുസൃതമായി നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ആ വണ്ടിയിൽ നമ്മൾ മഹാനായ ശിവയോഗീശ്വരന് ഒരു സീറ്റ് ഒഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സീറ്റാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഒഴിച്ചിട്ട സീറ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യം 4 മണിക്ക് തന്നെ നമ്മൾ യാത്ര തിരിച്ചു. അദ്ദേഹത്തിൻ്റെ സീറ്റെല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ പ്ലാനിങ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അയോധ്യയിൽ പോവുക, അവിടെ നിന്നും നേരെ താജ്മഹൽ കഴിഞ്ഞ് മധുര, വൃന്ദാവൻ കറങ്ങി തിരിച്ചു വരിക എന്നൊരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അവിടെ നിന്നും പോകുന്ന വഴിക്ക് എടുത്ത ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ആദ്യം പ്രയാഗിൽ പോവുക, അതായത് ത്രിവേണി സംഗമം നടക്കുന്ന പ്രയാഗ്രാജിൽ എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവിടെ നിന്ന് തിരിച്ചു. ഇതാണ് പ്രയാഗ്രാജ്. അവിടെ പോയി നമ്മളവിടെ നിന്നൊരു ബോട്ട് വടക്കെടുത്ത് നമ്മളൊരു 3 ബോട്ട് എടുത്തപ്പോൾ ഒരു 1500 രൂപയ്ക്ക് നമുക്ക് ഇതാണ് ആ ബോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ത്രിവേണി സംഗമത്തിൽ കുളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ കുളിക്കാനായി ഇറങ്ങി. ഞാനും ശ്രീകുമാറും കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചുകുട്ടി, അവന് വെറും 2.5 വയസ്സുള്ള ആ കുട്ടി ഓടി വരികയാണ് ചെയ്തത് കുളിക്കാൻ വേണ്ടി. അപ്പോൾ ആ കുട്ടി എന്തുമാത്രം പവിത്രമായിട്ടുള്ളൊരു കുട്ടിയാണെന്ന് മനസ്സിലാക്കുക. ആ പ്രയാഗരാജിൽ ആ ത്രിവേണി സംഗമത്തിൽ ആ കൊച്ചു കുഞ്ഞിന് കുളിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു മഹാഭാഗ്യമായാണ് തോന്നുന്നത്. മഹാനായ ശിവയോഗീശ്വരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അവിടെ കുളിക്കണം. അവൻ മാമനെന്ന് വിളിക്കുന്ന ശ്രീകുമാറിനെയും അദ്ദേഹം അവിടെ കുളിപ്പിക്കുക ഉണ്ടായ രംഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചത് നമ്മൾ പ്രയാഗരാജിൽ കൂടെ
വഞ്ചി പിടിച്ച് പോകുന്ന രംഗമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനും ശ്രീകുമാറും കൂടി ഇവിടെയാണ് കുളിക്കാനുള്ളത്. ഞാനും ശ്രീകുമാറും കുളിക്കാൻ വേണ്ടി അവരൊക്കെ തയ്യാറാക്കി വെച്ച് അടിയിലൊരു പ്ലാറ്റ്ഫോം. ഈ കൊച്ചു കുഞ്ഞാണ് നമ്മളടുത്ത് ഓടി വന്നിട്ട് അവനവിടെ എന്ത് മനോഹരമായാണ് അവൻ കുളിക്കുന്നതെന്ന് നോക്കൂ. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കൊച്ചു കുഞ്ഞു പോലും ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എത്രമാത്രം ഈ കാശി യാത്രയിൽ നമ്മളോടുകൂടി ഉണ്ടായിരുന്നുവെന്ന്. ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്ന സ്ഥലം. ഈ ബോട്ടിൽ വന്നാൽ മാത്രമേ ഇവിടെ വന്ന് കുളിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ 1500 രൂപ കൊടുത്ത് 2 ബോട്ടിലായിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് നമ്മൾ 16 പേരും ഇതിൽ 2 പേരും ആ കുഞ്ഞ് 18 പേര്, 16 പേര് കുളിച്ച് അവിടെ നിന്നും അതിനെ തുടർന്ന് അടുത്ത് നമ്മൾ പോയത് ശക്തിസ്ഥൽ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ദേവിയുടെ കൈ വീണ സ്ഥലം, സതീദേവിയുടെ കൈ തെറിച്ച് വീണ സ്ഥലം എന്നാണ് പറയുന്നത്. പ്രയാഗ്രാജിൽ നിന്ന് വളരെ ഒരു അരമണിക്കൂർ യാത്ര ചെയ്തപ്പോൾ നമ്മൾ ഈ ശക്തിസ്ഥലം എന്നൊരു സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവിടെ നല്ല ഒരു വൈബുള്ള ഒരു ഭയങ്കരമായ ഒരു ക്ഷേത്രമായിരുന്നു. ഞാൻ ക്ഷേത്രത്തിനകത്ത് കയറിയിലായിരുന്നു, ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഉള്ളിൽ പോയി ആ ക്ഷേത്രം കാണുകയും ഇതാണ് ആ ക്ഷേത്രം. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു ശക്തിസ്ഥലം എന്നറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. ആ ക്ഷേത്രത്തിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ വളരെ പവർഫുള്ളായ ഒരു ക്ഷേത്രമായിരുന്നു. ദേവിയുടെ കൈ വീണു എന്നുള്ള കൈ വീണ സ്ഥലമാണ് സതീദേവിയുടെ. അതാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരുന്നത് ശക്തിസ്ഥലം. ശക്തിസ്ഥലിൽ നിന്ന് നമ്മൾ നേരെ അയോധ്യയിലേക്ക് യാത്ര തിരിക്കാനാണ് തീരുമാനിച്ചത്. അവിടെ നിന്ന് നമ്മൾ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴി താജ്മഹൽ കണ്ടിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷേ പാടാൻ പറ്റും. നമ്മൾ നേരെ അയോധ്യയിൽ ചെന്നെത്തുകയും അവിടെയാണ് ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി എല്ലാവരും തൊഴുത്. നിങ്ങൾ ഈ കാണുന്ന അയോധ്യയുടെ രംഗമാണ് ഹനുമാൻ ക്ഷേത്രമാണ്. അതിനുശേഷം വലിയൊരു ഹനുമാൻ ക്ഷേത്രം. അവിടെ ഭയങ്കര റഷായിരുന്നു. നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും, ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും, ഭയങ്കര റഷ്. അത് കഴിഞ്ഞ് നമ്മൾ അയോധ്യയുടെ പുണ്യഭൂമിയിലെത്തുകയും ആ പുണ്യഭൂമി ചുറ്റിക്കറങ്ങി വന്നതിന് ശേഷം അവിടെ നിന്ന് മഹാനായ ശിവയോഗീശ്വരൻ്റെ നാമാവലി വായിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ നാമാവലി ഇത്രയും മനോഹരമായി വായിക്കുകയായിരുന്നു. ഓം സത്യനാഥായ നമഃ. ഓം സത്യനാഥായ നമഃ. ഓം സർവനാഥായ നമഃ. ഓം സർവനാഥായ നമഃ. ഓം സർവായ നമഃ. ആ മഹാനായ ശിവയോഗീശ്വരൻ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ നാമാവലി ഇങ്ങനെയുള്ള പുണ്യഭൂമികളിൽ പോയി വായിക്കണം. അപ്പോൾ അവിടെ ഉള്ള എനർജിയും കൂടെ അദ്ദേഹത്തിന് കിട്ടും. അത് വലിയൊരു കാര്യമായി തോന്നി. നമ്മളെല്ലാവരും അവിടെ നിന്ന് വളരെ ഭക്തിപൂർവ്വം അദ്ദേഹത്തിൻ്റെ 108 നാമാവലി വായിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം വളരെ ഭക്തിപൂർവ്വം തന്നെ എല്ലാവരും ചേർന്ന് ആ നാമാവലി അവിടെ വായിക്കുകയുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് അയോധ്യ എന്ന് പറയുന്ന ആ പുണ്യഭൂമി. നിങ്ങൾക്ക് എല്ലാവർക്കും ബേക്കിലോട്ട് കാണാൻ പറ്റും. അയോധ്യയെല്ലാം കണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്നും തിരിച്ച് നേരെ നമ്മുടെ താമസ സൗകര്യം ചെയ്തിരുന്ന സ്ഥലത്തോട്ട് യാത്ര പുറപ്പെടുകയാണുണ്ടായത്. നമ്മൾ അയോധ്യയിലെത്താൻ ഓട്ടോ പിടിച്ചാണ് വന്നത്. ഒരു ഓട്ടോയ്ക്ക് 400 രൂപ വെച്ച് പിടിച്ചു. അപ്പോൾ തിരിച്ച് നമ്മുടെ താമസ സൗകര്യത്തിൽ എത്തിച്ചേർന്ന് അവിടെ രാത്രി എല്ലാവരും ചേർന്ന് നാമാവലി അദ്ദേഹത്തിൻ്റെ നാമാവലി വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ദിനചര്യത്തിലോട്ട് കടക്കുകയുള്ളൂ. ബാക്കി അതെല്ലാം കഴിച്ചു അവിടെ ഉറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടെ നിന്നും നേരെ യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. നമ്മൾ അവിടെ നിന്നും നേരെ മധുരയിലേക്കുള്ള യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും വണ്ടിക്കുള്ളിലും നമ്മൾ ആ നാമാവലി മുടങ്ങാതെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മധുര എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണ്. അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തേക്ക് വേണ്ടി ഇവിടെ 4500 AS റൂം നമുക്ക് കിട്ടിയാണ് 16 പേർക്കും. അവിടെ നമ്മൾ ആഹാരം സ്വയമായി പാചകം ചെയ്യുന്ന കാര്യം നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നടന്ന ഒരു രസകരമായ ഒരു അനുഭവമാണ് ഞാൻ അടുത്ത വീഡിയോ ആയി നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളതൊന്ന് കേട്ടു നോക്കുക. എന്ത് മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മളവിടെ. നാട്ടിൽ ചേർന്ന പരിപാടി ഇല്ല. നിങ്ങൾ ഇത് പഠിക്കുകയാണോ? കോഴ്സ് നടക്കുകയാണോ? അല്ല, നാട്ടിലിങ്ങനെയല്ല. ഞാൻ ഇരുന്നിട്ടാണ് ഇപ്പൊ കോഴ്സ് നടക്കുകയാണോ? കോഴ്സ് നടക്കണേ. ഇത് സാറാണ് പഠിപ്പിച്ചു തരികയാണോ? പ്രാക്ടിക്കലാണോ? എങ്ങനെ പിടിക്കണം? പ്രാക്ടിക്കലാണോ? പ്രാക്ടിക്കലാണ്. എന്താ പേര്? ഇതാണോ പരിപാടി? എന്താ പേരെന്താ? എന്താ പരിപാടി? ഒന്നും കിട്ടിയിട്ടില്ല.
എന്തോ ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും ഒന്നും തന്നില്ല. ഹലോ, എന്താ പേര്? അരി കഴിക്കുന്നുണ്ട്. അരി കഴിക്കോട്ടെ. ജിംഖാനയാണോ അവിടുത്തെ? മിസ്റ്റർ ജിംഖാനയാണോ? അതെ അതെ നിങ്ങൾ ബോഡി ബിൽഡറാണെന്ന് തോന്നുന്നില്ല. അതെ അതെ 12. ഹലോ സാർ, സാർ എന്താ പേര്? പൊന്നപ്പൻ. പൊന്നപ്പൻ ഇതാണോ പരിപാടി? പൊന്നപ്പൻ നൂഡിൽസ് ഉണ്ടാക്കുന്നതാണോ? നമ്മുടെ കൊക്ക് പൊന്നപ്പൻ ഉണ്ടാക്കിയ നൂഡിൽസ്, അതിമനോഹരമായ നൂഡിൽസാണ് നിങ്ങളവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്നും നേരെ വൃന്ദാവനിലോട്ട് യാത്ര തിരിക്കുകയായിരുന്നു. വൃന്ദാവനിൽ നമ്മൾ ചെല്ലുന്ന രംഗമാണ് ഈ കാണുന്നത്. മുട്ടറ്റം വെള്ളത്തോടു കൂടിയാണ് നമ്മളവിടെ ചെന്നിറങ്ങുന്നത്. നമ്മളവിടെ ചെന്നിറങ്ങി പിന്നെ അങ്ങോട്ട് ഈ ഒരു വെള്ളപ്പൊക്കത്തിലൂടെ മാത്രമേ നമുക്ക് നടക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് നമുക്കൊരു വെള്ളപ്പൊക്കവും നമ്മളെ ഒരു തടസ്സവും ഉണ്ടാക്കില്ല. മഴയെല്ലാം മാറി നിന്ന് തരികയാണ് ചെയ്തത് അന്നത്തെ ദിവസം. ഇതെല്ലാം മഹാനായ ശിവയോഗീശ്വരൻ്റെ ഒരു പുണ്യമായി തന്നെ കഴിയും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും വെള്ളമുണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇന്ന് തലേ ദിവസവും അന്നും വരെ കൊടിയമായ മഴയെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പോലും അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഒരു തുള്ളി മഴ പെയ്യുകയോ ഒന്നുമില്ല. ഇതൊരു ഇതൊരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്. വൃന്ദാവനിലുണ്ടായ ആ ഒരു വലിയൊരു ക്ഷേത്രത്തിൽ രാവിലെ നമ്മൾ പോവുകയും അവിടെ പോയി എല്ലാവരും തൊഴുത് തിരിച്ച് നമുക്ക് അന്നത്തെ ദിവസവും അതിനടുത്ത ദിവസവും 2 ദിവസം നമ്മൾ വൃന്ദാവനിൽ സ്റ്റേ ആയിരുന്നല്ലോ. ആ 2 ദിവസവും അവിടെ മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അവിടെ തന്നെ നമ്മൾ ഒരുപാട് അടുത്ത് തന്നെ ഒരുപാട് മീരമാരെയെല്ലാം താമസിപ്പിച്ചുകൊണ്ടിരുന്ന കെട്ടിടങ്ങളെന്നെല്ലാം പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ എല്ലാവരും പൈസ പറ്റിപ്പാണെന്ന് നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി. നമ്മളതിനൊന്നും ശിവയോഗീശ്വരൻ നമ്മളെ വീഴ്ത്തിയിൽ അവിടെ ചെന്ന് അവർ കുറേ പ്രാർത്ഥനയൊക്കെ ചെയ്ത് പൈസ കൊടുക്കാനൊക്കെ ആവശ്യപ്പെട്ടു. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് പൈസയൊന്നും അനാവശ്യമായി കളയാതെ തിരിച്ച് അവിടെ നിന്നും അടുത്ത സ്ഥലത്തൊക്കെ. അന്ന് നമ്മൾ പോയ ദിവസം ജന്മാഷ്ടമിയായിരുന്നു. ആ ജന്മാഷ്ടമിയിൽ നമ്മൾ ചെന്ന് കയറിയത് അവിടുത്തെ ഒരു ക്ഷേത്രമാണ്. കൃഷ്ണൻ ജനിച്ചതിൻ്റെ അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്ര മനോഹരമായ രംഗങ്ങളാണ്. ആ ജന്മാഷ്ടമി നാളിൽ അവിടെ ചെന്ന് പോകാൻ പറ്റിയതൊരു വലിയ അത്ഭുതമായാണ്. നമ്മൾ ആ ജന്മാഷ്ടമി നാളിൽ ആ കൃഷ്ണൻ ജനിച്ച ക്ഷേത്രത്തിൽ തൊഴുതു. അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ യാദൃച്ഛികമായാണ് ഞാൻ ഈ നാഗത്തെ കാണുന്നത്. ഇദ്ദേഹം ഒരു കരിമൂർഖനെയും കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഫോറസ്റ്റിൽ നിന്നും പിടിച്ചതാണ്, നമ്മൾ തിരിച്ചു വിടും എന്ന് ഞാൻ ഇതിനെ തൊടുകയൊക്കെ ചെയ്തു. സത്യത്തിൽ ഈ കരിമൂർഖൻ ഒന്നും ചെയ്യത്തില്ല. അതെല്ലാവരും തൊടുന്നുണ്ട് കണ്ടോ, അതവിടെ ഇരിക്കുകയാണ്. അധികം അതിന് പൈസ ചെറിയ 1 രൂപയോ 2 രൂപയോ ഇട്ട് അതിനിങ്ങനെ ഇത് ചെയ്യുന്ന രംഗങ്ങൾ ഞാനവിടെ എൻ്റെ വീഡിയോയിൽ പകർത്തുകയാണ് ഉണ്ടായത്. ഇത് നമ്മുടെ അവിടെ ആളുകൾ വളരെ ഉത്സാഹപൂർവ്വം ഡാൻസ് കളിക്കുന്ന രംഗങ്ങളാണ് ആ പുണ്യഭൂമിയിൽ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതെല്ലാം കണ്ട് മനോഹരമായ കാഴ്ചകൾ കണ്ട് തിരിച്ച് അവിടെ നിന്നും തിരിച്ചു വരുന്ന വഴി ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ ഒരുപാടെടുത്ത് ഓരോരുത്തരുമായിട്ട് നിൽക്കുന്നതും ആ ബേക്കിലുള്ള ഇതും. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് വൈഷ്ണവ ക്ഷേത്രം, ഭയങ്കര ഒരു ക്ഷേത്രമാണ്. ഒരു വൈഷ്ണവ ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. ഈ ഒരു ബിംബം സത്യത്തിൽ ഒറിജിനൽ പോലെ തോന്നിക്കുന്നുണ്ട്. ഭയങ്കരമായൊരു എക്സ്പ്രഷനാണ് ഈ ബിംബം കാണുന്നത്. ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ്. അതിനകത്ത് നമ്മൾ പാസ് എടുത്ത് കടന്നപ്പോഴുള്ള രംഗങ്ങളാണ് ഞാനിവിടെ പകർത്തിയിരിക്കുന്നത്. അതിനകത്ത് ശിവൻ്റെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, ശനിയുടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നടരാജ വിഗ്രഹം ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രംഗങ്ങളെല്ലാം ആ നടരാജ വിഗ്രഹം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അതെല്ലാം അവിടെ വളരെ ഭംഗിയായി തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഇതൊരു കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതെല്ലാം അതിനകത്തുള്ള ഓരോരോ സീനറീസ് ആയിരുന്നു. അവിടെ എല്ലാം നിന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഫോട്ടോ എടുത്ത് വളരെ മനോഹരമായിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അതിന് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്രേം മന്ദിറിലോട്ടാണ് പോയത്. ഇതാണ് പ്രേം മന്ദിർ എന്ന് പറയുന്നത്. അന്ന് നമ്മൾ പോയ ദിവസം ജന്മാഷ്ടമി, കൃഷ്ണൻ ജനിച്ച ദിവസമായതുകൊണ്ട് വളരെ റഷായിരുന്നു. റഷ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ജനിക്കുന്നതിൻ്റെ തലേ ദിവസം ഉള്ള ദിവസമായിരുന്നു. ഭയങ്കര റഷായിരുന്നു. അപ്പം അവിടെ പ്രേം മന്ദിറിൽ ആര് പോയാലും വൈകിട്ട് പോകണം. അപ്പോഴേ അവിടുത്തെ രസം കാണാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ഭംഗിയാണ്. ലൈറ്റിംഗ് എല്ലാം വെച്ച് എന്ത് ഭംഗി, എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്തിരുന്നത് കാണാൻ പറ്റും. ഒരുപാട് ആളുകളായിരുന്നു. ഏകദേശം മണ്ണ് വാരിയിട്ടാൽ തറയിൽ വീഴില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, വളരെയധികം. അതിനുശേഷം അവിടെ ഒരു മ്യൂസിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കണ്ണിന് ഒരുപാട് കുളിർമ വരുന്നൊരു സന്തോഷകരമായ കാര്യങ്ങളാണ്. നമ്മൾ ഈ മണ്ണിലിരുന്നും അദ്ദേഹത്തിൻ്റെ മഹാനായ ശിവയോഗീശ്വരൻ്റെ നാമാവലി 108 നാമാവലി ജപിക്കുകയുണ്ടായി. ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ ഡാൻസും കാര്യങ്ങളും എല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ മനോഹരമായിട്ടായിരുന്നു അതെല്ലാം അവിടെ
അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് കാണുമ്പോൾ തന്നെ കണ്ടവരെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയായിരുന്നു. ഇതൊരു ഗാർഡനാണ് കേട്ടോ. ഗാർഡൻ്റെ അവിടെയാണ് ഇതെല്ലാം ഇവർ സെറ്റ് ചെയ്ത് നമ്മൾ മൈസൂർ വൃന്ദാവനിലെല്ലാം ചെയ്യുന്നത് പോലെ വളരെ മനോഹരമായി മ്യൂസിക്കിൽ ആ ജലകണികകൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതിൻ്റെ രംഗമായിരുന്നു. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് വളരെ മനോഹരമായി എല്ലാവരും കണ്ടു. ഇതവിടെ പ്രേം മന്ദിറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു സ്ക്രീൻ കണക്ക് ചെയ്തിട്ട് അവിടെയും ഒരു ഇത് കണക്കൊരു ഡിസ്പ്ലേ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അന്ന് അവിടെ ആ പ്രേം മന്ദിറിൽ കാണാൻ പറ്റിയതാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും ഇതെല്ലാം കാണും, പക്ഷേ വൈകിട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം ജന്മാഷ്ടമി ആയിരുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഒരുക്കിയതാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. അടുത്ത ദിവസം നമ്മൾ നേരെ കൃഷ്ണൻ ജനിച്ച സ്ഥലത്തോട്ടാണ് പോയത്. കൃഷ്ണൻ ജനിച്ച ആ ഒരു സ്ഥലത്താണത്. പക്ഷേ ഇവിടെ ക്യാമറയോ മൊബൈലോ ഒന്നും അലൗട്ട് അല്ലാത്തതുകൊണ്ട് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മൾ അവിടെയെല്ലാം വളരെ മനോഹരമായി കറങ്ങിയതിന് ശേഷം തിരിച്ച് കാശിയിലെത്തുകയും കാശിയിലെത്തി അന്ന് അവിടെ ഒരുപാട് പേർക്ക് ബലിയിടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഗംഗയിൽ പോവുകയും ആ ഗംഗയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇതേ കൊണ്ടുവരുന്ന ഈ ശിവലിംഗം, ആ മാർബിളിൽ തീർത്ത മനോഹരമായ ശിവലിംഗം പറയുന്നത്. അതിനുശേഷം ഞാൻ ആ ശിവലിംഗത്തിൽ വെള്ളമെല്ലാം ഒഴിച്ച് അത് കഴിഞ്ഞ് അതിന് ശേഷം എനിക്ക് അവിടെ നിന്നൊരു കല്ലും കിട്ടി. ആ കല്ലാണ് ഞാൻ ഇതേ കൊണ്ടുവരുന്നത്. ആ ശംബാല എന്ന് പറയുന്ന അദ്ദേഹത്തിന് വേണ്ടി നമ്മളോടൊരു വീട് കെട്ടുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് കല്ല് ഈ കല്ലിടണമെന്ന് പറഞ്ഞ് ആ കല്ല് കിട്ടി. അവിടെ നിന്നും ആ ശിവലിംഗവും കല്ലും എല്ലാം വളരെ മനോഹരമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ രുദ്രാക്ഷം കൊണ്ട് പൊതിഞ്ഞ് ആ ഗംഗയിൽ നിന്നും കിട്ടിയ ആ മഹത്തായ ശിവലിംഗം നിങ്ങളുടെ കണ്ണിൽ കാണാൻ പറ്റുന്നത് എന്ത് മഹത്തായ കാര്യമാണ്. നിങ്ങൾ നോക്കുക. അത് ശ്രീകുമാറും അഭിയും ചേർന്ന് എനിക്ക് എടുത്തു വെച്ച് വരികയും ഞാൻ അവിടെ നിന്നും ഞാൻ അതും കൊണ്ട് നേരെ കാശി രാമേശ്വരൻ്റെ നടവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ നാട്ടിലൊക്കെ ശ്രീവേലി വരുന്നത് പോലെ അവിടെ ആ മഹാ ശിവൻ്റെ ആ ഒരു ഇത് ശ്രീവേലി വരുന്നുണ്ടായിരുന്നു. അതും എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ശിവലിംഗവുമായി പോകുന്ന സമയത്താണ് എനിക്കത് കാണാൻ കഴിഞ്ഞു. നമ്മളെല്ലാം ശ്രീവേലി എന്ന് പറയുന്ന പോലെ തന്നെ അതെല്ലാം കണ്ട് വളരെ മനോഹരമായി ആ ശിവലിംഗവുമായി ഞാൻ ആ കാശി രാമേശ്വരം കാശി അതിൻ്റെ നടയിലോട്ട് പോകുന്ന ആ ഒരു പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞാൻ അതുമായി പോകുന്ന സമയത്താണ് ആ ശ്രീവേലി എനിക്ക് കാണാൻ പറ്റിയത്. ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ശിവലിംഗവുമായി തിരിച്ച് ഞാൻ വീട്ടിലെത്തി. പക്ഷേ ആക്ച്വലി നമ്മൾ 1 മണിയെല്ലാം ആയപ്പം 12 മണിക്ക് എത്തേണ്ട ട്രെയിൻ 1 മണിക്കാണ് എത്തിയത്. പക്ഷേ എന്നിട്ടും 2:30 മണിക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ് ആ ശിവലിംഗവുമായി എനിക്ക് വീട്ടിൽ കിടക്കാൻ പറ്റി. ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ ദിവസം പ്രദോഷമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ആ മഹാനായ യോഗീശ്വരൻ എന്നെക്കൊണ്ട് ആ ഒരു സമയം കണ്ടെത്തി. നിങ്ങൾക്ക് കാണാം, എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ട് ഒരമ്പലത്തിൽ പോലും കയറാതിരുന്ന എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ട് ഞാനൊരമ്പലത്തിലും ഇപ്പോഴും കയറാറില്ല. അതിൻ്റെ ഓറ അനുഭവിക്കുക മാത്രം, ഓറയുടെ പവർ അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കല്ലെടുക്കാൻ പോയ എനിക്ക് അവിടെ നിന്നൊരു ശിവലിംഗം, ഒരു മാർബിളിൽ തീർത്ത മനോഹരമായൊരു ശിവലിംഗം ലഭിക്കുകയും അതിനുശേഷം ഞാൻ അവിടെ നിന്നും ആ ശിവലിംഗവുമായി വീട്ടിലെത്തുമ്പോൾ എന്നെ രഞ്ജിത സ്വീകരിക്കുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. എൻ്റെ കൂടെ നമ്മുടെ ലക്ഷ്മി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം വന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറുന്ന 3 മണിയായി കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു പ്രദോഷമായതുകൊണ്ടായിരിക്കും അതിങ്ങനെ ഡിലേ ആക്കിയത്. നമ്മൾ കൂവളമാല ആ ശിവലിംഗം ആ കൂവളമാല രഞ്ജിത ആ ശിവലിംഗത്തിൽ ചാർത്തുന്നത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം അവൾ എനിക്ക് ഒരു ഹാരം, വലിയൊരു ഹാരം ആ ശിവലിംഗവുമായി വന്നതുകൊണ്ട് അവൾ ഭഗവാനെ സ്വീകരിക്കുന്നത് പോലെ എന്നെ ഒരു മാലയിട്ട് സ്വീകരിക്കുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ മാലയുമായി ഞാൻ അകത്തോട്ട് ശിവലിംഗവും മാലയും കൂടി അപ്പം നമ്മുടെ രശ്മിയുണ്ട് കൂടെ. അപ്പോൾ അവളും എൻ്റെ കൂടെ കാശിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും അവൾ ആദരപൂർവ്വം ആദരിച്ച് അവൾക്കും ഒരു മാലയിട്ട് കൊടുത്ത് എൻ്റെ കൂടെ അവളെയും അകത്തേക്ക് നയിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ കൂട്ടത്തിൽ തന്നെ വിളക്ക് അദ്ദേഹത്തെ വിളക്ക് കാണിച്ച് അദ്ദേഹത്തിന് ഭക്തിപൂർവ്വം രഞ്ജിത ആ ശിവലിംഗവും കല്ലും അകത്തോട്ട് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. അതുമായി നമ്മൾ നേരെ പോകുന്നത് മഹാനായ ശിവയോഗീശ്വരൻ കിടന്നിരുന്ന എൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. അത് പ്രകാരം നമ്മൾ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. മുകളിലത്തെ നിലയിലാണ് ശിവയോഗീശ്വരൻ്റെ ബെഡ്റൂം. അങ്ങോട്ട് രഞ്ജിത ആ വിളക്കുമായ ശിവലിംഗത്തെയും ആ കല്ലിനെയും ആ ശംബാല എന്ന് പറയുന്ന പുണ്യമായ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യത്തെ കല്ലിടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് എന്നെ കാശിയിൽ കൊണ്ടെത്തിച്ചത്.
അതുമായി ഞാൻ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലോട്ട് പോകുന്ന ആ ഒരു രംഗം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനൊരു വെറുമൊരു കല്ലിന് വേണ്ടി പോയ എനിക്ക് അവിടെ നിന്നൊരു ശിവലിംഗം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നു. അത് മാർബിളിൽ തീർത്ത മനോഹരമായ വെള്ളക്കൽ മാർബിളിൽ തീർത്ത ഒരു ശിവലിംഗമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. നാളെ ശമ്പാല അവിടെ വരുമ്പോൾ അവിടെ അത് വെക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും വളരെ മഹത്തായ, അത് വളരെ അനുഭവമുള്ള അല്ലെങ്കിൽ വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന് എനിക്ക് ബോധ്യമായി. ആ കല്ലും ആ ശിവലിംഗവും ഞാൻ അദ്ദേഹത്തിൻ്റെ ബെഡിൽ കൊണ്ടുവയ്ക്കുന്ന, അദ്ദേഹത്തിൻ്റെ കിടന്നിരുന്ന ആ ഒരു കട്ടിലിൽ കൊണ്ടുവയ്ക്കുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. എത്ര മനോഹരമായ ശിവലിംഗമാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായ ഒരു ശിവലിംഗമായിരുന്നു അത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മഞ്ഞപ്പട്ട് കൊണ്ട് ആ ആ കല്ലിനെ മൂടണമെന്ന് ഉള്ള ഇതുണ്ടായി. അതുകൊണ്ട് അവിടെ നിന്ന് എനിക്കൊരു മഞ്ഞപ്പട്ട് ലഭിക്കുകയുണ്ടായി. ഞാൻ ആ മഞ്ഞപ്പട്ട് കൊണ്ട് വളരെ ഭദ്രമായി, വളരെ ഭക്തിപൂർവ്വം കല്ലിനെ മൂടുന്ന രംഗം നിങ്ങൾക്ക് വളരെ ഭക്തിപൂർവ്വം ആ കല്ലിനെ മൂടുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ആ ശിവലിംഗം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അത് എപ്പോഴാണോ ശമ്പാല പൂർത്തീകരിക്കുന്നത് അപ്പോൾ അത് അവിടെ കൊണ്ടുപോകണമെന്ന് ശിവയോഗീശ്വരൻ എന്താണോ ആഗ്രഹിച്ചത് ആ കാശിയിൽ നിന്നും കൊണ്ടുവന്ന കല്ല് ശമ്പാലയിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് കല്ലിടൽ ചടങ്ങ് വളരെ ഭക്തിപൂർവ്വവും ഒരുപാട് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഒരുപാട് ഭക്തജനങ്ങളെ, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് മഹത്തായ ആ ഒരു പുണ്യഭൂമിയായ ശമ്പാലയിൽ കല്ലിടൽ ചടങ്ങ് നടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. അത് വളരെ മനോഹരമായി തന്നെ നടന്നു. ആ ഗംഗാജലം ഒഴിച്ച കല്ലിനെ പരിശുദ്ധിയാക്കി അതിനുശേഷം എല്ലാ വിശ്വാസികളുടെയും മുമ്പിൽ വെച്ച് ആ കല്ലിടൽ ചടങ്ങ് വളരെ മനോഹരമായി തന്നെ നടക്കുകയുണ്ടായി. ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെ ആരെയും ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഇതിലോട്ട് വിളിച്ച് ചേർത്തിട്ടില്ല. ഞാൻ ആരെയും വിളിച്ച് ചേർത്തിട്ടില്ല. മഹാനായ ശിവയോഗീശ്വരനെ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ ശക്തിയിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഫലവും ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ളവർ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. അവരുടെ ഭക്തിയെ നമുക്കൊരിക്കലും ഹണ്ണിങ് ചെയ്യാൻ ഉള്ള അധികാരം ആർക്കുമില്ല. അപ്പോൾ നെഗറ്റീവ് കമൻസിൽ നിന്ന് ഓരോ കാര്യം മാത്രം ചിന്തിക്കുക. നിങ്ങളെ ആരും ഇതിലോട്ട് വിളിച്ച് ചേർത്തിട്ടില്ല. വരൂ, ഇങ്ങനെ വന്ന് ചെയ്യൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് മാത്രമേ പറയാറുള്ളൂ. എനിക്ക് ചുമ്മാ വെറുതെ ആരുടെയും കാർമിക്ക് വാങ്ങിച്ച് കൂട്ടാതിരിക്കട്ടെ നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ദയവ് ചെയ്തത് നിങ്ങളാരെയും, ഒരു മനുഷ്യനെ പോലും ഞാൻ വിളിച്ചിട്ടില്ല. വരൂ, എൻ്റെ മകൻ ഇങ്ങനെ ഒരു കഴിവുണ്ട്, നിങ്ങൾ വരൂ, നിങ്ങളിതിൽ വന്ന് ചേരുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ മാത്രം ഇത് വിശ്വസിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ വൈഭവം അനുഭവിച്ചറിയുന്നവർ മാത്രം അറിഞ്ഞാൽ മതി. ആരും അങ്ങനെ കമ്പൾസറി ചെയ്തതിൽ വരേണ്ട ഒരാവശ്യമുള്ളതായി എനിക്ക് തോന്നിയതിനാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ, അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നവർക്കും അദ്ദേഹത്തിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. മഹാനായ ശിവയോഗീശ്വരൻ്റെ നന്മയും ചൈതന്യവും എല്ലാം ഇനിയും ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. നല്ലതുപോലെ ഇനിയും അദ്ദേഹത്തെ വിശ്വസിച്ച ആളുകൾ മുന്നോട്ട് പോകട്ടെ. ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ.